ഒരു നാട് നന്നാവാൻ ഒത്തിരി പേരൊന്നും വേണ്ട. ഇച്ഛാശക്തിയുള്ള, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരാൾ മതിയെന്ന് നീലൂർ നിവാസിയായ സിജു മൈക്കിൾ കല്ലൂർ തെളിയിച്ചിരിക്കുന്നു. നീലൂർ മലനിരകളിൽ സ്ഥലമേറ്റെടുത്ത് 7 പാറമടകൾ ആരംഭിക്കുന്നതിനായി നടക്കുന്ന നീക്കം ചെറുക്കുന്നതിനായി കൂടിയ പൊതുയോഗത്തിൽ വെച്ച് നീലൂർ പള്ളി വികാരിയായ ഫാദർ മാത്യു പാറത്തൊട്ടിയിലാണ് നീലൂരുടെ രാവിലെ ഒരു ബസ് സർവീസ് ഇല്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ സംഘാടക സമിതിയായ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും അപ്പോൾ തന്നെ വസ്തുത ബോധ്യപ്പെട്ട ശ്രീ സിജു മൈക്കിൾ താൻ ഒരു ഭരണകക്ഷി പാർട്ടിയുടെ പ്രതിനിധിയാണെന്നത് മാറ്റിവെച്ച് പൊതുജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് ഗതാഗത മന്ത്രിക്ക് നൽകുകയും തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഏതാണ്ട് 1.5 മാസത്തോളം പ്രയത്നിച്ചതിൻ്റെ ഫലമായി KSRTC ബസ് ഇന്ന് നീലൂരിലൂടെ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. സിജു മൈക്കിളിനും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്ക് നിൽക്കും. അത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് കൊടുക്കാനായിട്ട് തന്നെയാണ് ഞാൻ ആ ഒപ്പുചേർന്ന് നടത്തുന്നത്. ഞാനത് വേറെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഗണേഷ് കുമാർ സാറിന്റെ പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി അവസാന ഓടക്കൽ, ആ വ്യക്തി ആയിട്ട് എനിക്ക് ഒരു 13 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ അപേക്ഷ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അവരുടെ ജില്ലാ സമ്മേളനത്തിന് ഈ അപേക്ഷ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ ഇതിന്റെ A-to Z കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളം ബിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ 1997 ബാച്ചിലെ നീലൂർ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ ആളിന്റെ ഒരു പ്രത്യേക താല്പര്യം കൂടിയിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് കിട്ടാനായിട്ട് ഇത്ര നേരത്തെ. നിങ്ങൾ കൃത്യമായിട്ട് ഡേറ്റ് നോക്കിക്കോളും. ഓഗസ്റ്റ് മാസം 23-ാം തീയതി കൊടുത്തു, അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 11-ാം തീയതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്റ്റാറ്റസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേറെ ആരും ഇതിനകത്ത് യാതൊരു ബന്ധങ്ങളും ആർക്കുമില്ല. പക്ഷേ ഈ അവസാനം വന്നിട്ട് നമ്മളാണ് അതിന്റെ ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം ഇതിനകത്ത് ആരും ഏണി വെച്ച് കയറണ്ട. ഏണി വെച്ച് കയറി പരസ്യപ്പെടുന്ന കാര്യമില്ല. അത് പരസ്യമായി ഞാനാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും നീലൂരെ ഞങ്ങൾക്കും പബ്ലിക് ആയിട്ട് കിട്ടാൻ ചെയ്തിട്ടുണ്ട്.